അങ്കോലയിലെ രക്ഷാദൗത്യം ആരംഭിക്കാൻ ഇനി ഇതാ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൃത്യം 7 മണിയോടുകൂടി തന്നെ ആ രക്ഷാദൗത്യം പുനരാരംഭിക്കും എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള NDRF സംഘം കൂടി 8 മണിയോടുകൂടി ഇന്നത്തെ ദൗത്യത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. അല്പം ആശ്വാസകരമായൊരു കാര്യം, രാവിലെ കാലാവസ്ഥ അല്പം അനുകൂലമാണ് എന്നുള്ളതാണ്. ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും രാവിലെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ മാത്രമാണ് പെയ്യുന്നത്. ഇന്നലെയാണെങ്കിൽ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, ഇന്നലെ രാത്രിയുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതായിരുന്നു. അതിശക്തമായ മഴ ആ മേഖലയിൽ തുടരുന്നുണ്ടായിരുന്നു. ആ മഴയ്ക്കിടയിലും ചെറിയ രീതിയിൽ മണ്ണ് അവിടെ നിന്ന് വീണ്ടും ഇടിഞ്ഞു വീഴുന്ന കാഴ്ച, അതൊക്കെ ഈ രക്ഷാദൗത്യത്തിന് എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം. ഇന്ന് കാലാവസ്ഥ അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ പുതിയ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി റഡാർ സംവിധാനത്തെ അതിൻ്റെ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ദൗത്യസംഘം ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും മണ്ണിടിയുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടി നല്ല കരുതലോടുകൂടി മാത്രമേ ദൗത്യസംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പോൾ ദൗത്യം പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇന്നത്തെ ദൗത്യത്തിന് തുടക്കമായി കഴിഞ്ഞോ? അരുൺ പൂപ്പറമ്പ. രഞ്ജിത്ത്, തീർച്ചയായും ഈ ദൗത്യസംഘം അവിടെ എത്തുകയും നിലവിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കൃത്യമായിട്ടുള്ള പ്ലാൻ അനുസരിച്ച് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിലാണ്. എന്നാൽ റഡാർ സംവിധാനം എത്താൻ 8:30 ആകും. അതിനു മുമ്പുള്ള മറ്റ് ക്രമീകരണങ്ങളാണ് നിലവിൽ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ NDRFിൻ്റെയും അതോടൊപ്പം തന്നെ SDRFിൻ്റെയും പ്രത്യേക സംഘങ്ങൾ അവിടെ എത്തി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ അങ്ങോട്ട് മറ്റൊരു വാഹനങ്ങളെയോ പ്രവർത്തകരോ നിലവിൽ പോലീസ് കടത്തിവിട്ടിട്ടില്ല. അതായത് തൊട്ട് സമീപം തന്നെ ബാരിക്കേഡ് കെട്ടി അവിടെയാണ് നിലവിൽ മറ്റു വാഹനങ്ങളും ഉൾപ്പെടെയുള്ളത്. എന്തായാലും ഇന്നത്തെ തെരച്ചിലിൽ നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലത്തെ സാഹചര്യമല്ല, ഇന്ന് കുറച്ചുകൂടി വിപുലമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ, മഴ, ഇവിടെ ഈ റെഡ് അലേർട്ടാണ് ഉത്തര കന്നഡ ജില്ലയിൽ. ഇവിടെയും രാവിലെ മുതൽ മഴയുണ്ട്. എന്നാൽ ഇന്നലത്തെ പോലെ തുടർച്ചയായി ശക്തമായ മഴ പെയ്യുന്നില്ല, ഇടവിട്ടാണ് ശക്തമായ മഴ പെയ്യുന്നത്. എങ്കിൽ പോലും അത് രക്ഷാപ്രവർത്തനത്തിൽ, കാലാവസ്ഥ അനുകൂലമായി നിന്നാൽ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ അത് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ അത് പ്രയോജനമാകും എന്ന് തന്നെയാണ് ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത്, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. എന്നാൽ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇടവിട്ട് ശക്തമായ മഴ ഇവിടെ പെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഒരു സ്ഥിതി നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. മണ്ണിടിച്ചിലിന് എപ്പോഴും സാധ്യതയുണ്ട്. നിലവിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് കുറച്ചുകൂടി ഈ അപകട സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിലവിൽ തന്നെ പൂർണ്ണമായും ഈ മണ്ണ് ഇടിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ആ ജാഗ്രത എന്തായാലും രക്ഷാപ്രവർത്തകർ പുലർത്തും. അതുകൊണ്ടാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ അവർ അതിൻ്റെ ഒരു പ്ലാനിങ് മാറ്റിയത്. ഇന്നലെ ഈ മണ്ണ് നീക്കം ചെയ്ത് ഈ GPS പോയിന്റിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ ആ രീതിയിലുള്ള തെരച്ചിൽ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഇന്ന് മാറ്റം വരുത്തി ഈ റഡാർ സംവിധാനങ്ങൾ, അത് കുറച്ചുകൂടി ആഴത്തിൽ ഇതിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിലുള്ള സാങ്കേതികത്വം ഈ റഡാർ സംവിധാനങ്ങൾക്കുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു പോയിന്റ് കണ്ടെത്തി അവിടെ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു ക്രമീകരണം എന്നതിലേക്കാണ് ഇപ്പോൾ എന്തായാലും ഇന്നത്തെ പ്ലാനിങ് പോകുന്നത്. NDRFിൻ്റെ ഒരു ടീം ആന്ധ്രാപ്രദേശിൽ നിന്നും 8 മണിയോടെ എത്തും. റഡാർ സംവിധാനം 8:30 ബംഗളൂരുവിൽ നിന്ന് അതിൻ്റെ വിദഗ്ധ സംഘം ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരും. വളരെ പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ തെരച്ചിലിനെ നമ്മൾ കാണുന്നത്. ബന്ധുക്കളും, അതായത് അർജുൻ്റെ ബന്ധുക്കളും ഉൾപ്പെടെ അതേ പ്രതീക്ഷ തന്നെയാണ് പങ്കുവച്ചത്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ അനാസ്ഥയെല്ലാം മാറി കുറച്ചുകൂടി കൂടുതൽ സംഘങ്ങളെയൊക്കെ വിപുലീകരിച്ച് തെരച്ചിലിൽ ആ രീതിയിലുള്ള മാറ്റം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം ഇന്ന് പ്രകടമാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് എന്തായാലും ഈ അർജുനെ വളരെ സുരക്ഷിതമായി കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ്. നേരത്തെ കുടുംബം തന്നെ ഇവിടെ അർജുൻ്റെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അവർ പങ്കുവച്ച വിവരം അങ്ങനെയാണ്. അവർ ആ പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. നിലവിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ രക്ഷാപ്രവർത്തക ദൗത്യ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല, ആ രീതിയിലുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. നിലവിൽ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോൾ പറഞ്ഞു പോകേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ ആദ്യ പരിഗണന എന്നുള്ളത് അർജുനെ കണ്ടെത്തുക, സുരക്ഷിതമായി കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുശേഷം അത്തരം കാര്യങ്ങളിൽ വീണ്ടും വിലയിരുത്തലും ചർച്ചകളിലേക്കും പോകാം എന്നുള്ളതാണ്. എന്തായാലും
കുടുംബവും അതേ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. നിലവിൽ എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ എന്തായാലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇപ്പോൾ നിലവിൽ എന്തായാലും തെരച്ചിൽ അവിടെ രക്ഷാപ്രവർത്തനം ഔദ്യോഗികമായി തന്നെ NDRF-ഉം SDRF സംഘവും അവിടെ എത്തി അവർ നിലവിൽ അസംബിൾ ചെയ്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ 8:30ഓടെയായിരിക്കും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കൃത്യമായൊരു സംവിധാനം, അതായത് ഈ ഇന്നത്തെ പ്ലാനിംഗ് അനുസരിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുക ഈ 8 മണിക്ക് ശേഷമായിരിക്കും എന്നതാണ് നമുക്ക് ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഇന്ന് കൂടുതൽ മറ്റ് സംവിധാനങ്ങൾ കൂടി, പോലീസിൻ്റെ കൂടി കൂടുതൽ പ്രത്യേക സംഘത്തെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസ് സംവിധാനം, മറ്റ് ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ സജ്ജമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് എന്നതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി ഈ അപകട സ്ഥലം സന്ദർശിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ, കർണാടകയിലെ സംസ്ഥാന സർക്കാർ തന്നെ ഈ കാര്യങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ദൗത്യത്തെ കാണുന്നത്. രണ്ടാം ദിവസത്തിലെ തിരച്ചിൽ അത് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 8:30-ക്ക് ശേഷം നടക്കുന്ന ദൗത്യസംഘത്തിൻ്റെ നീക്കങ്ങൾ അതായിരിക്കും നിർണായകമാകാൻ പോകുന്നത്. അതിൽ റഡാർ സംവിധാനത്തെ അതിൻ്റെ സാങ്കേതിക വിദ്യയെ കൂടുതലായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ വലിയ പ്രതീക്ഷയോടുകൂടി അതിനെ കേരളം ഒന്നാകെ കാണുന്നുണ്ട്. അർജുൻ്റെ കുടുംബവും അതിനെ പ്രതീക്ഷയോടുകൂടി കാണുന്നുണ്ട്.